തകതകതകതാരോ ദിക്തകതാരോ ദീദാരോ തകതകദിക്തകദിക്തകതാരോ ദിക്തകതാരോ ദീദാരോ തകതകദിക്തകദിക്തകതാരോ ദിക്തകതാരോ ദീദാരോ. കിളികൾ കിളികൾ കുഞ്ഞിക്കിളികൾ കൂടനെയൊന്നൊരു നേരത്ത് പറയാം ചിലത് കഥയായി പറയാം കേൾക്കൂ നിങ്ങൾ നാട്ടാരേ. കിളികൾ കിളികൾ കുഞ്ഞിക്കിളികൾ കൂടനെയൊന്നൊരു നേരത്ത് പറയാം ചിലത് കഥയായി പറയാം കേൾക്കൂ നിങ്ങൾ നാട്ടാരേ. അറിയാം ചിലത് കഥ പോലെന്നാൽ കഥയിൽ ഇത് നാട്ടാരേ. ഞാനും നീയും ചേർന്നൊരു ഭൂവിൽ തിന്മരിച്ചൊരു കഥവാനേ. ഇത് വചനം, ദൈവവചനം. ഇത് നിങ്ങൾ കേൾക്കുവാനും ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും ഉള്ളതാകുന്നു. നിങ്ങൾ ഇത് കേൾക്കുവിൻ. ഇത് വചനം, ദൈവവചനം, പ്രതീക്ഷയുടെ വെളിച്ചം, രക്ഷയുടെ വഴി, സമാധാനത്തിന്റെ സന്ദേശം. നിങ്ങൾ ഇത് കേൾക്കുവിൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 19-ാം വാക്യം. അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. തക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. നിങ്ങളിത് കേട്ടോ? നീ ഇത് കേട്ടോ? നീ കേട്ടുവോ? ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന്. മനുഷ്യരെ പിടിക്കാനോ? അതെങ്ങനെ? നിങ്ങളെന്താ മനുഷ്യക്കടത്തുകാരാ? ഞാൻ ഇവരെ ഇവിടെ കണ്ടിട്ടുണ്ട്. നമ്മുടെ കൂട്ടരുടെ വീട്ടിൽ കയറി അവരെ എന്തൊക്കെയോ പറഞ്ഞ് ഇവരെ കൂട്ടരാക്കാനുള്ള ശ്രമമാണ്. ഇവർ മനുഷ്യ കടത്തുകാർ തന്നെ. ഞാനും ഇവരെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇടയിലുള്ള പാവപ്പെട്ടവരെ, നമുക്ക് അറപ്പും വെറുപ്പുമുള്ളവരെ സഹായിക്കുന്നതാണ് ഇവരുടെ സ്ഥിരം പരിപാടി. ഇവർ മനുഷ്യക്കടത്തുകാർ തന്നെ. ഇവർ മനുഷ്യക്കടത്തുകാർ, ഇവർ മനുഷ്യക്കടത്തുകാർ, ഇവർ മനുഷ്യക്കടത്തുകാർ. ഞങ്ങൾ തെറ്റുകാരല്ല. ഞങ്ങൾ കന്യാസ്ത്രീകൾ, ക്രിസ്തുവിന്റെ മണവാട്ടികൾ, ഈ ആളുകൾക്ക് സേവ ചെയ്യുന്നവർ. ഞങ്ങൾ ചെയ്യുന്ന നിങ്ങൾ കാണുന്നില്ലേ? ഞങ്ങൾ പറയുന്ന നിങ്ങൾ കേൾക്കുന്നില്ലേ? ഇവനെ നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്ക് വേണ്ടാത്തവൻ, നിങ്ങൾ തള്ളിപ്പറഞ്ഞവൻ. എന്നാൽ എനിക്കോ ഇവൻ എൻ്റെ സഹോദരനാണ്. അതാണ് എൻ്റെ കർത്താവ് എന്നെ പഠിപ്പിച്ചത്. ഇവിടെ നിങ്ങൾക്കറിയില്ലേ? വീട്ടിലെ പട്ടിണി കാരണം ജീവൻ ത്യജിക്കാൻ ഇറങ്ങി തിരിച്ചവൾ. ഇവിടെ നിങ്ങൾക്ക് വേണ്ടാത്തവൾ. എങ്കിൽ ഞങ്ങൾക്കോ ഇവളൊരു സഹോദരി പോലെയാണ്. ഇവൾക്ക് ഞങ്ങളൊരു പുതിയ വഴി കാണിച്ചു കൊടുക്കും. ദൈവം ഞങ്ങളെ തെരഞ്ഞെടുത്തത്, മനുഷ്യരെ പിടിക്കുന്നവരാക്കിയത് അവന്റെ സ്നേഹം ഈ ലോകത്തിൽ ലഭിക്കുവാൻ വേണ്ടിയാണ്. വചനപ്രഘോഷത്തിലൂടെ, നന്മയിലൂടെ, നല്ല പ്രവൃത്തിയിലൂടെ ആ സ്നേഹം ഞങ്ങൾ ഈ ലോകത്തിന് നൽകുന്നു. പിന്നെ ഒരു സ്നേഹം! എന്ത് സ്നേഹം! നിങ്ങൾ ഇവരെ വഴി തെറ്റിക്കാനല്ലേ കൊണ്ടുപോകുന്നത്? അതെ, ആർക്കും മനസ്സിലാകാത്ത എന്തൊക്കെയോ പറഞ്ഞു ഇവരെ വഴി തെറ്റിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. മനുഷ്യക്കടത്തുകാരാണിവർ. ഇവരെ പോലീസിൽ ഏൽപ്പിക്കണം. മനുഷ്യക്കടത്തുകാരാണിവർ. പോലീസിൽ ഏൽപ്പിക്കണം. മനുഷ്യക്കടത്തുകാരാണിവർ. മേഘമിരുന്നു ഭൂമി കറുത്തു, മേഘമിരുന്നു ഭൂമി കറുത്തു, കർത്താവിൻ മനവാട്ടികൾ കരഞ്ഞതിനാൽ നീ കരഞ്ഞോ? നിൻ ശബ്ദമുയർന്നോ? നിൻ സഹോദരികൾ കരഞ്ഞതിനാൽ. ജീവിതമാക്കിയ കന്യാസ്ത്രീകളെ കാണുക നീ. ഇരുളും കോളും വകവയ്ക്കാതെ ക്രിസ്തുവിനായി ജീവിക്കുന്നോർ, ആരും മൂലും ഇല്ലാത്തോർക്കായി ജീവിക്കുന്നൊരു കന്യാസ്ത്രീകളെ കാണുക നീ. ജനമേ, നിങ്ങൾ ഇത് കാണുന്നില്ലേ? ഇത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം വേദനിക്കുന്നില്ലേ? നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? ഹേ
കണ്ടില്ലേ? ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിതമൊഴിച്ച ഈ കന്യാസ്ത്രീകളെ ഇതാ കുറെ കള്ളക്കൂട്ടങ്ങൾ കൂടി ജയിലിലടയ്ക്കാൻ പോകുന്നു. എന്തിന്? അവർ ക്രിസ്തുവിന്റെ വചനം പറയുന്നതിനാൽ, ക്രിസ്തു പറഞ്ഞത് അതുപോലെ ചെയ്യുന്നതിനാൽ. ജനമേ, നിങ്ങൾ ഇതിനു മുമ്പ് ഈ ഒരു ദൃശ്യം കണ്ടിട്ടില്ലേ? എനിക്ക് ഒരാളെ അറിയാം. നിന്റെയും എന്റെയും പാപത്തിന് വേണ്ടി കളിയാക്കലുകൾ കേട്ട്, കൂക്കുവിളികൾ കേട്ട് ഇതുപോലെ തെരുവിൽ കൂടി കുരിശു വഹിച്ചു നടന്നു പോയ ഒരാളെ, എൻ്റെ യേശുവിനെ. അവന്റെ സഹനം, അവന്റെ വേദന ഇന്ന് ഞാൻ ഇവിടുത്തെ വീണ്ടും കാണുന്നു. പക്ഷെ കാലം ഒന്നിനും മറുപടി നൽകാതെ പോയിട്ടില്ല. ഈ വിലങ്ങുകൾ ഞങ്ങൾ പൊട്ടിച്ചെറിയും, ദുഷ്ടശക്തികളെ നേരിടും. ഞങ്ങൾ വീണ്ടും വചനം പ്രഘോഷിക്കും, കഷ്ടപ്പെടുന്നവരെ സഹായിക്കും, രോഗികൾക്ക് കൂട്ടാകും. ഞങ്ങൾ ക്രിസ്തുവിന്റെ മണവാട്ടികൾ, ഞങ്ങൾ കന്യാസ്ത്രീകൾ. ഇനിയും പറയും ഇവിടെ നിറയും ക്രിസ്തുവിന്റെ വാക്കുകൾ, ഇനിയും പറയും ഇവിടെ നിറയും ക്രിസ്തുവിന്റെ വാക്കുകൾ. വിലങ്ങുകൾ തകർത്തിടും, തിന്മയെ നേരിടും. വിലങ്ങുകൾ തകർത്തിടും, തിന്മയെ നേരിടും. ക്രിസ്തു സഹചാരികൾ ഞങ്ങൾ, സബതൻ മക്കൾ ഞങ്ങൾ. ക്രിസ്തു സഹചാരികൾ ഞങ്ങൾ, സബതൻ മക്കൾ ഞങ്ങൾ. ഇനിയും പറയും ഇവിടെ നിറയും ക്രിസ്തുവിന്റെ വാക്കുകൾ, ഇനിയും പറയും ഇവിടെ നിറയും ക്രിസ്തുവിന്റെ വാക്കുകൾ. തകതക ദിക്തക ദിക്തകദാരോ ദിക്തകദാരോ ദീദാരോ. തകതക ദിക്തക ദിക്തകദാരോ ദിക്തകദാരോ ദീദാരോ. തകതക ദിക്തക ദിക്തകദാരോ ദിക്തകദാരോ ദീദാരോ. തകതക ദിക്തക ദിക്തകദാരോ ദിക്തകദാരോ ദീദാരോ.